മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ റെക്കോർഡിങ്ങിന് ഞാനിവിടെ വന്നപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടെ ബ്രദർ സന്തോഷ് എന്നോട് പറഞ്ഞു, പിതാവിൻ്റെ ഈ റെക്കോർഡിങ് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് 300ാമത്തെ എപ്പിസോഡായിട്ടാണ്. എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നിയ ഒരു ആനന്ദം, അഭിമാനം, അത് വാക്കുകൾക്ക് അതീതമാണ്. ഷാലോമിൽ ഇങ്ങനൊരു ശുശ്രൂഷ ആഗ്രഹിച്ച് ബെന്നി പുന്നത്രയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ക്രമീകരിക്കാൻ എൻ്റെ സഹായം സന്തോഷ് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. സന്തോഷ് എന്നോട് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ, ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലേ ദൈവം അത് അനുവദിക്കും. നീ പിന്നാമ്പുറത്തൊരു പിഞ്ചു ബാലനാണ്. ദൈവം തന്നെ വിളിക്കുമ്പോൾ നിൻ്റെ കഴിവുകൾ, നിൻ്റെ സാധ്യതകൾ കർത്താവിൻ്റെ കൈകളിൽ മുറിക്കാനായിട്ട് നീ വിട്ടുകൊടുക്കുക. ഇന്ന് 300ാമത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന സന്തോഷം ഇതാണ്. ഈ ശുശ്രൂഷ ദൈവം ഏറ്റെടുത്തു, കരം പിടിച്ച് കരുത്തു പകർന്നു. ആയിരങ്ങൾക്ക് ഇത് അനുഗ്രഹത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത യാക്കോബിൻ്റെ വറ്റാത്ത കിണർ പോലെ ദൈവാക്കി തീർത്തു. ഓരോ പ്രാവശ്യവും ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെന്നോട് ചോദിക്കാറുണ്ട്, പിതാവേ, എന്തുകൊണ്ട് ഈ ശുശ്രൂഷയുടെ തനിമ അവസാനിക്കുന്നില്ല? ഇത്രയേറെ വിഷയങ്ങൾ കണ്ടെത്തി സംസാരിക്കാൻ എങ്ങനെയാണ് സന്തോഷിന് കഴിയുന്നത്? ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഒത്തിരി ആനന്ദത്തോടെയാണ് ഈ വചനവേദിയിൽ നിൽക്കുന്നത്. മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷ 300ാമത്തെ എപ്പിസോഡ് പൂർത്തീകരിക്കപ്പെടുകയാണ്. കർത്താവ് അത്ഭുതകരമായി ഈ ശുശ്രൂഷയെ കരം പിടിച്ച് നയിച്ചു. നമുക്കതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഷാലോമിനെ ഓർത്തും ഷാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് കർത്താവിനെ നമുക്ക് വാഴ്ത്താം. 12ാം സങ്കീർത്തനം 6ാം തിരുവാക്യം. സങ്കീർത്തകനായ ദാവീദ് താൻ രുചിച്ചറിഞ്ഞ ദൈവസ്നേഹം നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയോ നിർമ്മലമാണ്. നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളിൽ വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമുക്ക് കഴിയണം. ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്.
ഒരു നിമിഷം നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ 300 എപ്പിസോഡുകൾ പൂർത്തിയാക്കുവാൻ കൃപ തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ജ്ഞാനമേ, പതിനായിരങ്ങളിൽ നിറയണമേ. കർത്താവിന്റെ ശക്തിയെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവിന്റെ സാന്നിധ്യമേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ ആത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം കരം നീട്ടി ആശീർവദിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക. അനേകം വ്യക്തികളിലേക്ക് കർത്താവിന്റെ കൃപ നദി പോലെ ഒഴുകപ്പെടുകയാണ്. നമ്മളായിരിക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വർഗീയ അഗ്നിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം എല്ലാം മറന്ന് വലിയ ആനന്ദത്തോടെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ഇതുമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോ നമുക്ക് തന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദിയോടെ പാടി ആരാധിക്കുന്നു. ലോകം മുഴുവനും ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിച്ച് ലോകം മുഴുവനും ഉണരണം, യേശുവേ അറിയണം, എന്നെ ഉപയോഗിക്കൂ നാഥ. പ്രവർത്തിക്കണമേ. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന്, നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന്, ലോകരാജ്യങ്ങളിൽ എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ. എല്ലാവരും അഭിഷേകത്തോടെ പാടി പ്രവർത്തിക്കണമേ. പതിനായിരങ്ങളെ ഉണർത്തണമേ. സുവിശേഷം പടരട്ടെ, തീ പോലെ സുവിശേഷം പടരട്ടെ. സുവിശേഷം പടരട്ടെ, തീ പോലെ 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 സുവിശേഷം സ്വർഗത്തിലേക്ക് ഉയർത്തി സുവിശേഷത്തിന്റെ തീ നമ്മിലേക്ക് പകരുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഉണർത്തണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ സുവിശേഷത്തിന്റെ തീയായി രക്ഷകളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന് സാന്നിധ്യം ഈ ശുശ്രൂഷ 300 എപ്പിസോഡുകൾ പൂർത്തിയാക്കുവാൻ കൃപ തന്ന കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഷാലോമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാലോമിന്റെ ശുശ്രൂഷകരെ യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. സാർവത്രിക സഭയ്ക്ക് ജനകോടികൾക്ക് ഷാലോമിന്റെ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകള്, ദുരിതങ്ങള്, വേദനകള്, പരാജയങ്ങള് കർത്താവേ കരം നീക്കി അതിനെല്ലാം ആശീർവദിക്കണമേ. അന്ധകാര ശക്തികള്, പാപക്കെട്ടുകള്, നാരകീയ സ്വാധീനങ്ങള്, ശാപബന്ധനങ്ങള് വിട്ടുമാറി പോകട്ടെ. കുടുംബങ്ങൾ സ്വതന്ത്രമാക്കപ്പെടട്ടെ. ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. Bless Lord. Hallelujah. Hallelujah. Thank you.
താങ്ക് യു ജീസസ്. അങ്ങ് പകർന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകിയ സാന്നിധ്യത്തിനായി, ഇത്രയും നാള് ഈ ശുശ്രൂഷ കരം പിടിച്ച് നയിച്ച പരിപാലനയ്ക്കായി കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ സുവിശേഷ ദർശനമുള്ളവരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷ ദർശനമുള്ളവരാകുക. ദൈവത്തിൻ്റെ ജനം സുവിശേഷ ദർശനമുള്ളവരാകുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം തിരുവചനം. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞ വചനമാണിത്. ഞാൻ വിശ്വസിക്കുന്നു, മറ്റേത് കാലഘട്ടത്തെക്കാളുപരി നമ്മളായിരിക്കുന്ന ഈ കാലയളവിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാലത്തിന് അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ദൈവജനം സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരണം. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുക. ഏതാണ് ഈ വയല്? നമ്മൾ ഈ കാണുന്ന വയലുകളാണോ? അല്ല. ഈ വയൽ കർത്താവിനറിയാത്ത ഓരോ വ്യക്തിയുമാണ്. ഇതുവരെ യേശു എന്നുള്ള പേര് പോലും കേൾക്കാത്ത ജനകോടികൾ ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ ഭാരത രാജ്യത്തിലോട്ട് നോക്കുക. 2000 വർഷമായി ഭാരതത്തിൽ സഭ രൂപപ്പെട്ടിട്ട്, എന്നാൽ ഇതുവരെയും സുവിശേഷം കേൾക്കാത്ത ജനകോടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. വിളവ് പാകമായി കഴിഞ്ഞിരിക്കുക. നിങ്ങൾ വയലുകളിലേക്ക് കണ്ണുയർത്തി നോക്കുക. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരേണ്ട സമയമായി. നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ വലിയ വ്യതിയാനങ്ങൾ വരേണ്ട സമയമായി. എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറപ്പിച്ചൊരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഏതാനും നാളുകൾക്ക് മുൻപ് ഷെക്കാന മിനിസ്ട്രീസ് താമസിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് കടന്നു ചെല്ലുകയാണ്. ധ്യാനത്തിന് 3-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ടീ ബ്രേക്കിനായി ജനത്തെ വിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, ഒരു ആൺകുഞ്ഞാണ്. അവൻ വളരെ ആനന്ദത്തോടെ, ആരും അവനെ നിർബന്ധിച്ചിട്ടല്ല, അവനോട് പറഞ്ഞിട്ടുമല്ല, ആ ധ്യാന കേന്ദ്രത്തിന് മുറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസ്, മറ്റു വേസ്റ്റുകളൊക്കെ അവൻ പെറുക്കി ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ കൗതുകത്തോടെ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അരികിൽ ചെന്ന് ചോദിച്ചു, മോനെ നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കുഞ്ഞ് അഭിമാനത്തോടെ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്കിൾ ഞാനിവിടെ സുവിശേഷ വേല ചെയ്യുകയാണ്. വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുഞ്ഞ് ധ്യാന കേന്ദ്രത്തിൻ്റെ മുറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസ് വിറക്കിക്കളയുന്നത് കർത്താവിന് ചെയ്യുന്ന ഉന്നതമായ ശുശ്രൂഷയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ? ഈ 7 വയസ്സുള്ള കുഞ്ഞിൻ്റെ സുവിശേഷ ദർശനം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ കുഞ്ഞ് എന്നെ നോക്കിയത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ മൂടലുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു.
എൻ്റെ ജീവിതത്തിലേക്ക് എന്തോ ഒരു വലിയ പവർ നിറയുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ വേണ്ടി പറയല്ല. ആ 7 വയസ്സുള്ള കുഞ്ഞിലൂടെ എൻ്റെ ചില കാഴ്ചപ്പാടുകൾക്ക് പരിശുദ്ധാത്മാവ് മാറ്റം തരികയായിരുന്നു. നമ്മളിങ്ങനെ വചനം കേട്ട് 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 ധ്യാനിച്ച് പോയാൽ മതിയോ? കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുക. ഈ വചനത്തോട് യെസ് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? നമുക്ക് ഇന്ന് കർത്താവിന് അറിയേണ്ടത് അതാ. നമുക്ക് എത്ര പേർക്ക് യെസ് ലോ കർത്താവേ, നിന്നറിയാത്ത ജനകോടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ നിന്റെ വചനം പറയും. നമുക്ക് എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയും? സുവിശേഷ വൽക്കരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹായെ മാറ്റി നിർത്തി നമുക്കൊരിക്കലും ഇത് ധ്യാനിക്കാൻ പറ്റുകയില്ല. ബെനഡിക്ട് പാപ്പയുടെ വാക്കുകളാണിത്. കാരണം അപ്പോസ്തലനായ പൗലോസ് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അത്രമാത്രം കഷ്ടതകൾ സ്വീകരിച്ചതാണ്. പൗലോസിന്റെ ജീവിതം തന്നെ സുവിശേഷമായിരുന്നു. റോമാക്കാർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒരു ക്രൈസ്തവനെ സുവിശേഷ വൽക്കരണത്തോടുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം? നമ്മളെല്ലാവരും വിശ്വാസികളാണ്, യേശുവിനെ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ മാമോദീസ സ്വീകരിച്ചവരാണ്. അല്ലാത്ത പലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളും സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനായി സ്വീകരിച്ചവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? ഒന്നാമതായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് പൗലോസിൻ്റെ വാക്കുകളിലൂടെ. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും സുവിശേഷം പറയാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഇതെന്തൊരു വലിയ തിരിച്ചറിവാണ്. നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ഈ തിരിച്ചറിവാണ്. ഞാൻ കടപ്പെട്ടവനാണ്. എന്തിന്? സുവിശേഷം പ്രഘോഷിക്കാൻ. ആരോടൊക്കെ? എല്ലാ ജനപദങ്ങളോടും. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ കടപ്പെട്ടവനാണ്. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ സുവിശേഷ പ്രഘോഷണം എൻ്റെ കടമയാണെന്ന് പറയുന്നത്? വേറെ ഒരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാണോ? മറ്റൊരു വരുമാനമില്ലാത്തത് കൊണ്ടാണോ? തൻ്റെ ജീവിതം വഴിമുട്ടി എന്നാൽ ഇനി സുവിശേഷ വേല ചെയ്ത് ജീവിക്കാം എന്നതുകൊണ്ടൊക്കെയാണോ? ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് പറയുന്നത്? സുവിശേഷം പ്രഘോഷിക്കുന്നത് എൻ്റെ കടമയാണ്. കാരണം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. പൗലോസ്ലീഹയ്ക്ക് ബോധ്യപ്പെട്ടു, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തിനു നിർബന്ധിക്കുന്നു? മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ. ബലഹീനനായിരുന്ന, പാപിയായിരുന്ന, അയോഗ്യനായിരുന്ന എന്നെ കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ചു. ആ സ്നേഹമാണ് അനേകരോട് സുവിശേഷം പറയുവാൻ എന്നെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് അതെൻ്റെ കടമയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തിരിച്ചറിവുണ്ടാകണം. ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. എന്തുമാത്രം അനുഗ്രഹങ്ങൾ കർത്താവ് തന്നു, എന്തുമാത്രം നന്മകൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മുടെ ചില വിഷയങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരില്ലേ? 100 സാക്ഷ്യങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം നന്മകൾ കർത്താവ് തന്നിട്ട് എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ എത്ര പേരെ യേശുവിനായി നേടി? ഞാൻ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? ഞാൻ എത്ര പേരെ കർത്താവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിച്ചു? ദൈവവചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ട സമയമാണിത്. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ സുവിശേഷവുമായി വടക്കേ ഇന്ത്യയിലോട്ട് പോകാൻ സ്വർഗം അനുവദിച്ചു. ഒരു 3 ദിവസത്തെ കൺവെൻഷനാണ്. കൺവെൻഷൻ 2-ാം ദിവസം ഒരു കുടുംബത്തിലോട്ട് കടന്നു ചെന്നു. ഒരു മലയാളി കുടുംബമാണ്. ആ കുടുംബനാഥന്റെ പേര് അബ്രഹാം എന്നാണ്. അദ്ദേഹത്തിന് 2 ആൺമക്കളെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ബിസിനസ് കോൺട്രാക്ടറാണ് അദ്ദേഹം. ഇഷ്ടംപോലെ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. ഭാര്യ ടീച്ചറാണ്. ആ ഭവനത്തിന് അൾത്താരയ്ക്ക് മുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തനിക്ക് നൽകിയ 2 ആൺമക്കളെയും എൻ്റെ അരികിലേക്ക് ചേർത്തി നിർത്തിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര,
ഈ കുഞ്ഞുങ്ങൾ കർത്താവ് എനിക്ക് തന്നവരാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഞാൻ പൂർണ്ണമായും കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. നിവൃത്തികേട് കൊണ്ടല്ല, ഗതികേട് പിടിച്ചിട്ടല്ല. ഇന്ന് അനേകർക്കൊരു ചിന്താഗതിയുണ്ട്, സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അത് ഗതികേട് പിടിച്ചവർക്കുള്ള പരിപാടിയാണ്. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അതൊട്ടും സ്റ്റാറ്റസ് ഇല്ലാത്ത എന്തോ ഒരു സ്റ്റാറ്റസ് കുറവ് എന്ന് ചിന്തിക്കുന്ന അനേകർ ഈ കാലഘട്ടത്തിലുണ്ട്. ഇത് അവർക്കുള്ള കർത്താവിൻ്റെ ശബ്ദമാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഈ 2 മക്കളെയും ഞാൻ പൂർണ്ണമായും കർത്താവിന് സഭയ്ക്കുമായി സമർപ്പിച്ചിരിക്കുക. ലോകത്തിന് ഏത് ദിക്കിൽ വിട്ടും എത്ര ഉന്നതമായ കോഴ്സ് പഠിപ്പിക്കാനുള്ള സമ്പത്ത് ഈ മനുഷ്യന്റെ കയ്യിലുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദർ, എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിനായി പ്രയോജനപ്പെടുന്നതിനേക്കാൾ വലിയൊരു ആനന്ദം എനിക്ക് ലഭിക്കാനില്ല, എനിക്ക് കിട്ടാനില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. അതുകൊണ്ട് തന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ഈ 2 ആൺമക്കളുടെ കരങ്ങൾ എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നിട്ട് അദ്ദേഹം വിതുമ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദര, താങ്കളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ മക്കളിലേക്കൊന്ന് പകർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടി അറിയാതെ എൻ്റെ ഹൃദയം ഞാനും കരയാൻ തുടങ്ങി. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനിത് പങ്കുവെച്ച മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ. സഭ ഉണരണമെങ്കിൽ, സഭ വളരണമെങ്കിൽ, ഈ തലമുറ കർത്താവിന്റെ രക്ഷ സ്വീകരിക്കണമെങ്കിൽ ഇത്തരത്തിൽ സുവിശേഷ ദർശനമുള്ള മാതാപിതാക്കൾ സഭയിൽ ഉണരണം. ഇതുപോലെ സുവിശേഷ ദർശനമുള്ള ബഹുമാനപ്പെട്ട വൈദികർ സഭയിൽ എഴുന്നേൽക്കണം. ഇത്തരത്തിൽ സുവിശേഷ ദർശനമുള്ള സമർപ്പിത സമൂഹങ്ങൾ സഭയിൽ രൂപപ്പെടണം. നമ്മുടെ യുവജനങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റുകളായി മാറണം. ആ മനുഷ്യൻ വെറും വാക്ക് പറഞ്ഞു പോവല്ല ചെയ്തത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, അദ്ദേഹത്തിന്റെ മൂത്ത കുഞ്ഞ് ഇന്ന് വൈദിക വിദ്യാർത്ഥിയാണ്. 2ാമത്തെ കുഞ്ഞ് എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. താൻ പഠിക്കുന്ന തൻ്റെ ക്യാമ്പസിൽ അവൻ ആനന്ദത്തോടെ കർത്താവിന് സാക്ഷ്യം നൽകുകയാണ്. ഇന്ന് ആ കുടുംബം കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞ് സുവിശേഷ വേല ചെയ്യണം, എൻ്റെ മകൻ, എൻ്റെ മകൾ, അവനും അവളും സുവിശേഷ വേല ചെയ്യണം, കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ ദാമ്പത്യ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വളർച്ചയുണ്ടാകണം. നമ്മുടെ കഴിവുകൾ, സാധ്യതകൾ, അവസരങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ തലമുറയെ മുഴുവൻ കർത്താവിനായി നമ്മൾ സമർപ്പിക്കണം. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിനായി നമ്മുടെ കുടുംബം, കർത്താവിനായി നമ്മുടെ കഴിവുകൾ, കർത്താവിനായി നമ്മുടെ മക്കൾ, കർത്താവിനായി നമ്മുടെ സമ്പത്ത്, കർത്താവിനായി നമ്മുടെ തലമുറ പ്രയോജനപ്പെടുന്നതിനേക്കാൾ വലിയൊരു നന്മ ഈ ലോക ജീവിതത്തിൽ നമുക്കാർക്കും ലഭിക്കാനില്ല. അത്രയും പ്രഷ്യസ് ആണ് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുള്ളത്. അതാ പൗലോസ് പറഞ്ഞത്, ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. പാപിയായിരുന്ന എന്നെ എൻ്റെ കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ചു. ഈ സ്നേഹം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് സുവിശേഷം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പറയുവാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഈ തിരിച്ചറിവിലേക്ക് പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ വളരേണ്ട സമയമായി. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ദൈവജനം സുവിശേഷ ദർശനമുള്ളവരായി ഒരു സൈന്യം പോലെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി. ഇതൊരു സമർപ്പണത്തിനുള്ള സമയമാണ്. സാധിക്കുന്നവരൊന്ന് മുട്ടുകുത്തി കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. യേശുവേ അറിഞ്ഞിടട്ടെ, സകല വ്യക്തികളും
ഈ ഒരു ദർശനത്തോടെ കോർത്തു പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സുവിശേഷവൽക്കരണത്തിന് ആത്മാവായി പതിനായിരങ്ങളിൽ കത്തിപ്പെടണമേ. ഞങ്ങളെ കഴിവുകള്, സാധ്യതകള്, അവസരങ്ങള്, സ്വാധീനങ്ങള്, സമ്പത്ത് എല്ലാം സുവിശേഷത്തിന് പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനുള്ള ആത്മീയ ദർശനം നൽകണമേ. കർത്താവെ, കരം നീട്ടി അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. സമർപ്പിത സമൂഹങ്ങൾ അനുഗ്രഹിക്കണമേ. സുവിശേഷത്തിന്റെ തീ ലോകം മുഴുവൻ കത്തട്ടെ. ലോർഡ് ഫയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മേലും കർത്താവേ അത് പകരണമേ. കർത്താവെ പകരണമേ. കർത്താവെ പകരണമേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അങ്ങ് പകർന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകിയ സാന്നിധ്യത്തിനായി, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. ഒരു പുത്തൻ തീരുമാനം നമുക്കുണ്ടാകണം. ഇനിയുള്ള എൻ്റെ ജീവിതം അല്പമായിട്ടെങ്കിലും കർത്താവിനെ പ്രോഫിറ്റബിളായി മാറണം. ഈ ഒരു തീരുമാനത്തോടെ സുവിശേഷ വേലയ്ക്കായി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ തൊഴിൽ മേഖലകളെയൊക്കെ നമുക്ക് ഒരുക്കാം. ദൈവരാജ്യം വളരട്ടെ. സഭയ്ക്ക് വലിയ നന്മയുണ്ടാകട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സകല ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു സുവിശേഷ ദർശനമുള്ളവരാകുക. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അനേകം ആയിരങ്ങൾ കൂട്ടം കൂട്ടമായി കർത്താവിൻ്റെ വേലയ്ക്കായി മുന്നോട്ട് വരേണ്ടതിൻ്റെ ആവശ്യകത ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഹൃദയം നുറുകി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിൻ്റെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും കർത്താവിൻ്റെ അത്ഭുത അഭിഷേകം ഇറങ്ങി വരുന്ന സമയം. പ്രിയ മാതാപിതാക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് തന്ന മക്കളെ കർത്താവിൻ്റെ ശുശ്രൂഷകൾക്കായി സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുഞ്ഞും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. കുടുംബമായി സുവിശേഷ വേല ചെയ്യാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സമർപ്പിത സമൂഹങ്ങളിൽ സുവിശേഷത്തിന്റെ തീ കത്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ആരാധന, ആരാധന, ആരാധന. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഈ ആരാധന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ കർത്താവെ കരം നീട്ടണമേ. അനേകരെ സുവിശേഷ വേലയ്ക്കായി അഭിഷേകം ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നൽകുന്ന അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുക. താങ്ക് യു, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ സുവിശേഷ ദർശനമുള്ളവരാകുക. ഇതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ.